റസൂൽ സഹാബത്ത് മുത്തിരിക്കുന്ന അല്ലാഹുവിന്റെ ഇൽമിന്റെ മണിമുത്തുകൾ വിതറിക്കൊടുക്കുന്ന തിരുസദസ്സിൽ സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ബിലാലിനോട് ചോദിക്കുന്നു, ബിലാൽ, ഞാൻ നിന്നെ സ്വർഗത്തിൽ വെച്ച് കണ്ടല്ലോ ബിലാലേ. സ്വർഗത്തിന്റെ മനോഹരമായ ആർക്കും ലഭിക്കാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന നയനാനന്ദകരമായ ആ കൊട്ടാരത്തിലൂടെ നീ നടന്നു പോകുന്നത് ഞാൻ കണ്ടല്ലോ ബിലാൽ. എന്ത് നന്മയാണ് ബിലാലേ നിന്റെ ജീവിതത്തിൽ ഞങ്ങളറിയാതെ നീ കൊണ്ടു നടക്കുന്നത്. എന്ത് അമലാണ് ബിലാലേ നിന്റെ ജീവിതത്തിൽ നീ മുറുകെ പിടിച്ചിട്ടുള്ളത് എന്നല്ലാന്റെ ഹബീബായ തങ്ങള് ബിലാല് തങ്ങളോട് ചോദിക്കുന്നു. ബിലാല് പറയുന്നു, ഒന്നുമില്ല നബിയേ, ബിലാലിന്റെ കയ്യിൽ ഒന്നുമില്ല. ആരാണ് ബിലാല്? ആരാണ് ബിലാല്? അടിമയായ ബിലാല്, നീഗ്രക്കാരനായ ബിലാല്, ചപ്രാച്ചി മുടിയുള്ള ബിലാല്, അടിമയായ ബിലാല്, എല്ലാവരും കളിയാക്കിയ ബിലാല്, എല്ലാവരും മാറ്റി നിർത്തിയ ബിലാല്, എല്ലാവരും പരിഹസിച്ച ബിലാല്, അടുക്കളപ്പുറങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട ബിലാല്, ചാട്ടവാറ് കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ബിലാല്, ഭക്ഷണം കിട്ടാതെ ഒട്ടകത്തിന്റെ ചാണകം ഭക്ഷിച്ച ബിലാല്, അല്ലാഹുവേ ഉമയ്യത്തിന്റെ അടിമപ്പാളയത്തിൽ നിന്ന് അബൂബക്കർ തങ്ങളെ പറഞ്ഞയച്ച നബിയേ, എന്നെ മോചിപ്പിച്ച നബിയേ, ഈ ബിലാലിന്റെ കറുകറുത്ത ശരീരത്തിൽ ആദ്യമായി ചുംബനം അർപ്പിച്ചത് അങ്ങയുടെ വെളുത്ത മുഖഗമനമല്ലേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ യജമാനനായ ഉമയ്യത്ത് എങ്ങാനും എന്റെ ശരീരത്തൊന്ന് അറിയാതെ സ്പർശിച്ചു പോയാൽ അവൻ സുഗന്ധദ്രവ്യം കൊണ്ടല്ലാതെ അവന്റെ കൈകുമായിരുന്നില്ല നബിയേ. പക്ഷെ അങ്ങനെ ചേർത്ത് പിടിച്ചല്ല റസൂലല്ലാഹ്, അങ്ങനെ വാരി പുണർന്നല്ല നബിയേ. എന്റെ നെറ്റിത്തടത്ത് തുരുതുരാ മുത്തം തന്നല്ല നബിയേ. ഈ കറുകറുത്ത ബിലാലിന്റെ മഹത്വം ലോകത്തോടങ്ങ് പഠിപ്പിച്ചു കൊടുത്തല്ലോ നബിയേ. ഈ ബിലാലിന്റെ കാരുണ്യമെന്ന് പഠിപ്പിച്ചു തന്ന ഹബീബേ, ഈ ബിലാലിന്റെ മഹത്വം ലോകത്തോട് വിളംബരം നടത്തിയ നബിയേ. ഒന്നും ഞാൻ ചെയ്യുന്നില്ല നബിയേ, പറയപ്പെടാൻ ഒരു അമലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നില്ല നബിയേ. പക്ഷെ ഒരു അമല് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് യാ റസൂലല്ലാഹ്. ഒരമല് ഞാൻ എന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. സഹാബത്തൊക്കെ കൗതുകത്തോടെ ജിജ്ഞാസയോടെ എന്താണ് ബിലാല് പറയാൻ പോകുന്നതെന്ന് കാതുകൂർപ്പിച്ചിരിക്കുമ്പോ ബിലാല് തങ്ങൾ പറയുന്ന നബിയേ, എന്റെ നടത്തത്തിലും എന്റെ ഇരുത്തത്തിലും എന്റെ ഉറക്കത്തിലും സദാസമയവും ഞാൻ ഉളൂഇലാണ് യാ റസൂലല്ലാഹ്. അപ്പ ഞാൻ ഉളൂഎടുക്കുന്ന നബിയെ, സദാസമയത്തും ഇരുത്തത്തിലും നടത്തത്തിലും കിടക്കുമ്പോഴൊക്കെ ഞാൻ ഉളൂഎടുത്തിട്ടാണ് കിടക്കാറ്. എവിടെ പോയാലും എനിക്ക് ഉളൂ ഉണ്ടാവും. ദാഇമുൽ ഉളൂ, നിത്യമായി ഞാൻ കൊണ്ട് നടക്കാറുണ്ട് നബിയേ. ഇതാണ് എനിക്ക് സ്വർഗത്തിൽ ഈ ഒരു വലിയ പദവി കിട്ടാനുള്ള കാരണമെന്ന് മദീനയുടെ രാജകുമാര പരിവർത്തനത്തിന്റെ പടപ്പാട്ടുമായി പടച്ചവന്റെ പടപ്പിലേക്ക് പടയോട്ടം നടത്തിയ മുത്തുനബിയേ മുഹമ്മദ് മുസ്തഫ.